तेरी अदालत में कोई वकील नहीं है. കേട്ടിട്ടുണ്ടാവും. तेरी अदालत में कोई वकील नहीं है. ഫേമസ് ആയ വാക്കാണത്. ദൈവത്തോട് പറയാണ്, നിന്റെ കോടതിയിൽ ഒരു വക്കീലിൻ്റെ ആവശ്യമില്ല, എനിക്ക് നേരിട്ട് എൻ്റെ സങ്കടം പറയാലോ. അവിടെ അദാലത്ത്, വക്കീൽ, ഇത് രണ്ടും അറബിയിൽ നിന്ന് പേർഷ്യ വഴി ഹിന്ദിയിലേക്ക് എത്തിയതാണ്. ഇതൊക്കെ ഫേമസ് ആയ വാക്കുകളാണ്. അങ്ങനെ കുറച്ച് 10 വാക്കുകൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ അദാലത്ത്, വക്കീൽ രണ്ട് പഠിച്ചല്ലോ. മറ്റൊന്ന് കാനൂൻ. അദാലത്ത് തന്നെ എന്താണ്? കോടതി എന്നാണ്. അദാലത്ത് കോടതി. നമ്മൾ മലയാളത്തിലും പറയണ്ട അദാലത്ത്. പിന്നെ അദാലത്തുണ്ട് ഇവിടെ എന്ന് പറയാം. അത് അറബി വേർഡാണിത് സംഭവം. ആ ലോകത്തെ പല വാക്കുകളും ഒന്നിച്ചു വരുന്നതല്ല. കാനൂൻ, ये तो कानून बहुत सख्त है, ये यहाँ के कानून बहुत सख्त है, ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെ ഭയങ്കര ടഫാണെന്ന് പറയാം. ഓക്കെ. മുസാഫിർ, മുസാഫിർ, മുസാഫിർ യാത്രക്കാരൻ എന്നർത്ഥം. മുസാഫിറോ യാത്രക്കാർ എന്നാണ് മുസാഫിർ. ഓക്കെ. മജ്ബൂർ ഹോ ഗയ, അതും അറബിയിൽ നിന്ന് ഒന്നാണ്. നിർബന്ധിതനായി. മേ മജ്ബൂർ ഹോ ഗയ, ഞാൻ നിർബന്ധിതനായിരിക്കുന്നു എന്ന് പറയാം. അതുപോലെ മറ്റൊരു വാക്കാണ് ഷറത്ത്. ഇതൊക്കെ നമുക്ക് ഈ നമ്മുടെയൊക്കെ അക്കാഡമികളിൽ പഠിക്കുന്നവർക്ക് വിവിധ ഭാഷകളിൽ കഴിവുള്ളവരാണ്. അവർക്കിത് ഭയങ്കര ഉപകാരപ്പെടും. കോയി ഷറത്ത് നെയ്യേ, ഒരു നിബന്ധനയില്ല. ഷർത്ത്, ഇതൊക്കെ പ്യൂർ അറബിയിൽ നിന്ന് പേർഷ്യ വഴി ഹിന്ദിയിലേക്ക് വന്ന വാക്കുകളാണ്. ഷർത്ത് നേരിട്ട് വന്നാണ് ഇതൊക്കെ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മുസാഫിർ, സഫർ, മേരി സഫർ, എൻ്റെ യാത്ര. സഫർ കറോ, യാത്ര ചെയ്യൂ, സഫർ എന്ന് പറയാം. ഓക്കെ. അതുപോലെ ഇലാക്കെ, കോൺസ ഇലാക്കമേ, നിങ്ങൾ ഇലാക്ക എന്ന് പറയും. ബന്ധപ്പെട്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഇലാക്ക എന്ന് പറയും. അതാണ്. ആപ്പ് കേരളമേ കോൺസ ഇലാക്കേ എന്ന് ചോദിക്കും. കേരളത്തിൽ ഏത് ഏരിയയിലാണ്, മേഖല ഏരിയ എന്നാണ്. മറ്റൊന്ന് മൗസിം. മൗസിം, ഏ മൗസിം അച്ഛ മൗസിം ഹേ. മവാസിം, മൗസിം എന്നുള്ളത് അറബി വേർഡാണ്. മൗസിം, ഏ മൗസിം ബഹുത് ബടിയാ ഹേ, ഈ കാലാവസ്ഥ വളരെ സൂപ്പറാണ്, മൗസിം എന്ന് പറയാം. ഓക്കെ. മറ്റൊന്ന് ഇംതിഹാൻ. ഇംതിഹാൻ, ये ജിന്ദഗി സാരെ ഇംതിഹാൻ ഹേ, ഹമാരെ ജിന്ദഗി സാരെ ഇംതിഹാൻ ഹേ, നമ്മുടെ ജീവിതം തന്നെ പരീക്ഷണമാണ്. പരീക്ഷയ്ക്ക് ഇംതിഹാൻ എന്ന് പറയുന്നത് പ്യൂർ അറബി വേർഡാണ്. അപ്പോൾ അറബിയിലും ഹിന്ദിയിലും ഉപയോഗിക്കുന്ന 100 വേർഡുകളെ പറയുക എന്നതാണ്. നമ്മളിപ്പോൾ 20ഓളം വേർഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ധന്യവാദ്. ബഹുത് ശുക്രിയ.